സഹയാത്രി. പൗരോഹിത്യ സ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ SJ. ദൈവമകൻ. കണ്ടാലും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം അങ്ങനെയാണ് താനും. 1 യോഹന്നാൻ 3:1. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം എല്ലാവരുടെയും പിതാവുമാണ്. ആ പിതാ-പുത്ര ബന്ധം ഏറെ ആഴത്തിൽ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവനാണ് പുരോഹിതൻ. പുരോഹിതൻ്റെ ചുറ്റുപാടും ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ വിവരണങ്ങളുണ്ട്. കുട്ടിക്കാലം മുതൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും മനുഷ്യരോട് അവിടത്തേക്കുള്ള ബന്ധത്തെക്കുറിച്ചും പല കാര്യങ്ങളും അവൻ കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ട്. എന്നാൽ അവൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രം ഒരു പിതാവിൻ്റേതാണ്. ദൈവത്തിൻ്റെ മകനാണ് എന്നതാണ് പുരോഹിതൻ്റെ പ്രഥമവും പ്രധാനവുമായ സ്വത്വബോധം. ഈ പിതാവിന് തൻ്റെ മകനായ പുരോഹിതൻ ഏറെ പ്രിയപ്പെട്ടവനാണ്. അതീവ സ്നേഹത്തോടും വാത്സല്യത്തോടും കരുണയോടും കൂടെയാണ് പിതാവ് തൻ്റെ മകനെ പരിപാലിക്കുന്നത്. അവിടുന്നാണ് അവനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത്. അവിടുന്ന് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്നിഹിതനാണ്. അവൻ നന്മ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുമ്പോഴുമെല്ലാം അവിടുന്ന് കൂടെ നിന്ന് അവനെ അനുഗ്രഹിക്കുന്നു. അവൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അവൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു. അവിടുന്ന് അവൻ്റെ തെറ്റുകളും പരിമിതികളും ക്ഷമിക്കുകയും തിന്മയിൽ നിന്നും ദുഷ്ടനിൽ നിന്നും അവനെ നിരന്തരം കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവനേതെങ്കിലും തരത്തിലുള്ള വേദനകളിലും പ്രയാസങ്ങളിലും കൂടെ കടന്നു പോകുമ്പോൾ വാത്സല്യനിധിയായ ആ പിതാവ് അവനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നു. അപ്രകാരം ഒരു പുത്രന് തൻ്റെ പിതാവിൽ നിന്ന് എത്രമാത്രം പരിപാലനവും സ്നേഹവും കരുതലുമെല്ലാം ലഭിക്കാനാവുമോ അതെല്ലാം അവന് തികച്ചും പൂർണ്ണമായ രീതിയിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. ഒരു മകന് തൻ്റെ പിതാവിനോടുള്ള സ്വാതന്ത്ര്യം ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ പുരോഹിതനും അനുഭവിക്കുന്നു. എന്നും പിതാവിനോട് നന്ദിയും ആദരവും കടപ്പാടും ഉള്ളിൽ നിറഞ്ഞാണ് അവൻ ജീവിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ വിശ്വസ്തനായ മകനെപ്പോലെ അവൻ ദൈവത്തോട് ബന്ധപ്പെടുകയും അവിടുത്തെ ഹിതം പൂർത്തിയാക്കുകയും അവിടുത്തെ മഹത്വത്തിനായി പ്രവർത്തിക്കാൻ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവുമായുള്ള ബന്ധം ഓരോ ദിവസവും ആഴപ്പെടുത്തിക്കൊണ്ടാണ് പുരോഹിതൻ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരേ ദിവസം പല പ്രാവശ്യം യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവൻ ആ പിതാ-പുത്ര-ബന്ധം ആവർത്തിച്ച് ഏറ്റുപറയുന്നു. രഹസ്യത്തിൽ കാണുന്ന അദൃശ്യനായ പിതാവിൻ്റെ സന്നിധിയിലുള്ള
അവൻ്റെ പ്രാർത്ഥനകളും ബലിയർപ്പണവും ആ ബന്ധത്തിൻ്റെ ആഘോഷമാണ്. തൻ്റെ ജീവിത വിശുദ്ധിയാലും പൗരോഹിത്യ ശുശ്രൂഷയാലും അവൻ മറ്റു സഹോദരരെയും പിതാവിലേക്ക് ആകർഷിക്കുകയും അവർക്കും ഈ പിതാവിൻ്റെ മക്കളായി ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കുകയും ചെയ്യുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ മക്കളായ അവരെല്ലാവരും ചേർന്നാണ് പിതൃഗേഹത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ധ്യാനം. സ്വസ്ഥമായിരുന്ന് ദൈവം എൻ്റെ പിതാവാണെന്നും ഞാൻ അവിടുത്തെ മകനാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിൽ ധ്യാനിച്ച് ആഘോഷിക്കുക. ദൈവത്തിൻ്റെ മകൻ എന്ന നിലയിൽ എത്ര ശ്രേഷ്ഠമാണ് എൻ്റെ സ്വത്വം എന്നറിയുക. ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കി എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ഉപരിമഹത്വം മാത്രം അന്വേഷിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട മകനായി ജീവിക്കാനുള്ള കൃപ യാചിക്കുക.